സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. അപ്പോൾ നമ്മുടെ വൺ പീസിൻ്റെ ചാപ്റ്റർ 1165 സ്പോയിലേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ അറിയാൻ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ നിങ്ങൾ പലരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അനിമെ കാണുന്ന കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. എന്നിട്ട് അവരോട് കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അപ്പോൾ ഞാൻ അധികം പറഞ്ഞു വെറുപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ചാപ്റ്ററിൻ്റെ പേര് വരുന്ന എന്തോ റിവർബറേഷൻ അങ്ങനെ എന്തോ ആണ്. അത് കൃത്യമായിട്ട് പ്രൊണൗൺസ് ചെയ്യുന്നത് എനിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ കവർ സ്റ്റോറിയിൽ നമ്മുടെ ലോനെയും പെപ്പോനെയും അതുപോലെ തന്നെ സിയൂസിനെയും കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മെയിൻ സ്റ്റോറിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗോൾഡൻ ആൻഡ് ഷീക്കി പറയൂ ഇതാണ് നമ്മുടെ റോക്സ് പാരറ്റ്സിൻ്റെ അവസാനം എന്ന്. അതിനുശേഷം നമ്മുടെ ഗാൻസുയിനെ ഒന്നുകൂടെ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ വിചാരിച്ചത് ഗാൻസുയി അവിടെ മരിച്ചെന്നാണ്. പക്ഷേ ഗാൻസുയി മരിച്ചിട്ടില്ല, ഇപ്പോഴും ജീവനോടുണ്ട്. പിന്നെ നമ്മുടെ ബാക്കിയുള്ള റോക്സ് പാരറ്റ്സും അവരവരുടെ വഴിക്ക് പോകുന്നതായിട്ടാണ് ആദ്യം കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ഈ ഒരു ഫൈറ്റിൻ്റെ അവസാനത്തോടു കൂടി നമ്മുടെ റോക്സ് പാരറ്റ്സ് അവരവരുടെ വഴിക്ക് പോയിട്ടുണ്ട്. അവരവരുടെ ക്യാപ്റ്റൻ എന്താണ് പറ്റിയത് ഇതൊന്നും നോക്കിയിട്ടില്ല. അവർ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ റോജറും കാർപ്പും അവരുടെ ക്രൂമേറ്റ്സിനോടും അതുപോലെ തന്നെ സോൾജേഴ്സിനോടും പറയൂ നിങ്ങൾ പോയിക്കോ, ഞങ്ങളങ്ങ് വന്നോളാം എന്ന്. അതിനുശേഷം അവർ രണ്ടുപേരും ടീമപ്പായിട്ട് നമ്മുടെ റോക്സിനെതിരെ ഫൈറ്റ് ചെയ്യാൻ ആരംഭിക്കുകയാണ് ഉണ്ടായത്. ഈ ഫൈറ്റ് ഒരുപാട് പേജസിലുണ്ടെന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇതൊരു വലിയ ഫൈറ്റ് തന്നെയാണ്. ഇതുവരെ കാണിച്ചതുപോലെ ഒരു മൂവിൽ അവസാനിക്കുന്ന അങ്ങനത്തെ ഫൈറ്റ് അല്ല. ഇതൊരു വലിയ ഫൈറ്റായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. നമ്മുടെ ഗാർപ്പും റോജറും കൂട്ടി നമ്മുടെ സെബക്കിനെതിരെ ഫൈറ്റ് ചെയ്തത്. അവരെന്തൊക്കെ മൂവ്സാണ് യൂസ് ചെയ്യുന്നതെന്നൊന്നും ഇത് പറയുന്നില്ല. അത് മുഴുവനായിട്ട് ചാപ്റ്റർ ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കുകയുള്ളൂ. എന്തായാലും നമ്മൾ ഇതുവരെ വൺ പീസ് ഇതുവരെ നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഫൈറ്റ് ഇതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നതെന്നല്ല, ഇത് തന്നെയാണ്. കാരണം അത്രമാത്രം പവർഫുള്ളാണ് നമ്മുടെ റോക്സ്, റോജർ, കാർപ്പ് ഇവർ മൂന്ന് പേരും. അതുകൊണ്ട് തന്നെ നമ്മുടെ വൺ പീസിൽ ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും എപ്പിക്കായിട്ടുള്ള ബാറ്റിൽ ഇത് തന്നെയായിരിക്കും. പിന്നെ നമ്മുടെ കായ്ഡോവും ബിഗ് മാമും തമ്മിൽ എന്തോ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ബിഗ് മാമ് കായ്ഡോവിനോട് പറയൂ നീ എന്നോട് ജീവിതകാലം മുഴുവൻ കടപ്പെട്ടിരിക്കണമെന്ന്. അതിനുശേഷം അവരുടെ വഴിക്ക് പോവുകയാണ്. അവിടെ ബിഗ് മാമ് ഉദ്ദേശിച്ചത് എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ കായ്ഡോയെ ഫ്രൂട്ട് തന്നെയാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇമോസാമ നമ്മുടെ റോക്സിന് ഓർഡർ കൊടുക്കുകയാണ് ഈ ഐലൻഡ് മുഴുവനായിട്ട് നശിപ്പിക്കുകയോ അവിടെയുള്ള ആൾക്കാരെ എല്ലാവരെയും കൊല്ലാൻ. അതിനുശേഷം ഈ സ്പോയിലർ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ റോക്സിൻ്റെ കോങ്കർ ഹാക്കി വളരെ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ റോജറിനും ഗാർപ്പിനും തങ്ങളുടെ ഹാക്കി ഒരുമിച്ച് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അവർ രണ്ടുപേരും കൂടി ഒരു കമ്പൈൻഡ് അറ്റാക്ക് നമ്മുടെ റോക്സിന് നേരെ യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ചാപ്റ്റർ അവസാനിക്കുന്നത് വളരെ എപ്പിക് ആയിട്ടുള്ളൊരു പാനലോട് കൂടിയാണ്. നമ്മുടെ റോജറും ഗാർപ്പും കൂടി നമ്മുടെ റോക്സിനെതിരെ ഒരു കമ്പൈൻഡ് അറ്റാക്ക് യൂസ് ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ്. അതിന് നമ്മുടെ ഗാർപ്പിൻ്റെ മൂവ് ആയിക്കോട്ടെ, നമ്മുടെ ലൂഫിൻ്റെ എലിഫൻറ്റ് ഗ്ലാറ്റ്ലിങ്ങും അതുപോലെ തന്നെ നമ്മുടെ റോജർ തൻ്റെ ഹാക്കി തൻ്റെ സോഡിലൂടെ ചാനൽ ചെയ്യുകയും ചെയ്യും. അങ്ങനെ ആ ഒരു മൂവോട് കൂടി നമ്മുടെ റോജറും ഗാർപ്പും നമ്മുടെ സെബക്കിനെ ഡിഫീറ്റ് ചെയ്യാണ്. അതോടുകൂടി നമ്മുടെ സെബക്കിൻ്റെ ബോഡിയിൽ നിന്ന് ഡാർക്ക് എനർജി ഇല്ലാതാവുകയും ചെയ്യും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ റോക്സിൻ്റെ എൻഡ്. ഈ ഒരു അറ്റാക്കോട് കൂടി നമ്മുടെ റോക്സ് മരിച്ചിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ നമ്മുടെ റോക്സ് തൻ്റെ കോൺഷ്യസ് മൈൻഡിലേക്ക് തിരിച്ചു വരികയോ തൻ്റെ അവസാന നിമിഷങ്ങളിൽ നമ്മുടെ റോക്സ് എന്തെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ അടുത്ത ചാപ്റ്ററിൽ. അതും പോരാഞ്ഞിട്ട് നമ്മുടെ റോക്സിന് ഇതുവരെ ഒരു ക്യാരക്ടേഴ്സിനും കൊടുക്കാത്ത ഹൈപ്പാണ് നമ്മുടെ അവിടെ കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗാർപ്പിനും റോജറിനും എല്ലാ അലിഗേഷൻസും ഇപ്പോൾ ക്ലിയർ ആയിട്ടും ഉണ്ട്. പിന്നെ ആകെ വിഷമമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അടുത്താഴ്ച ബ്രേക്കാണ്. അപ്പോൾ പുതിയൊരു സ്പോയിലറിനോ ചാപ്റ്ററിനോ വേണ്ടി നമ്മൾ 2 ആഴ്ച കാത്തിരിക്കേണ്ടി വരും. വെള്ളിയാഴ്ച പുതിയ ചാപ്റ്റർ ഇറങ്ങുമ്പോൾ അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയും. അതുപോലെ തന്നെ അതൊരു വലിയ ചാപ്റ്റർ ആകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ സ്പോയിലേഴ്സിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യുക. അതുപോലെ ചാനൽ 6K ആവാനായിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു ഡേക്കാണെന്നൊരു ബൈ ബൈ.